എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് എപ്പോഴും മടുക്കുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇതൊരു മോഡൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം ഞാൻ ഇതുപോലെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, കുറച്ച് ഓയിലും, അതായത് 1 ടീസ്പൂൺ ഓയിലും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാൻ വെച്ചതാണ്. നന്നായിട്ട് ചൂടാകുമ്പോൾ അത് ഈ പൊടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതേ രീതിയിൽ തന്നെ. അപ്പോൾ അത് ആദ്യം ചെയ്യാം. അത് കുഴച്ചിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ലേശം ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ചൂടാകുമ്പോൾ ഒരു 2 വലിയ സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഞ്ഞായിട്ട് തന്നെ അരിയാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 3-4 മുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് അതിനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അതുപോലെ തന്നെ മറ്റുള്ള മസാലപ്പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ആക്കിയെടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അധികം നന്നായിട്ട് ചപ്പാത്തി പോലെ പരത്തണ്ട, കുറച്ചൊരു കട്ടിയിൽ തന്നെ പരത്തി കൊടുത്തിട്ട് നമുക്കിതിൽ ഫില്ലിങ് വയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മുട്ടയുടെ പീസ് വയ്ക്കുക. അപ്പോൾ 1-2 പീസ് വെച്ച് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ കുറച്ച് ആ ഒരു സവാളയുടെ മസാലയും കൂടെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചപ്പാത്തി നമുക്കൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യാം കേട്ടോ. ഒരു 4 ആയിട്ട് ഇങ്ങനെ 4 സൈഡിൽ നിന്നും മടക്കിയിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു റോളർ വെച്ചൊന്ന് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ച് ആക്കിയാലും മതി. അപ്പോൾ ഒന്നിങ്ങനെ പ്രസ്സായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ ഇതുപോലെ. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 6-7 മിനിറ്റ് ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 8 മിനിറ്റോളം ഞാൻ ആവി കയറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആവി കയറ്റുമ്പോൾ ഒന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നന്നായിട്ട് കയറ്റിയിട്ട് ഒരെണ്ണം വെക്കേണ്ട. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ വരും പരസ്പരം. അപ്പോൾ എനിക്കങ്ങനെ പറ്റി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് അകത്തി വെച്ചിട്ട് ആവി കയറ്റുക. ഇനി ഇതൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തടവി 2 സൈഡൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് ഒരു ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ പുറം ഭാഗം നല്ലൊരു മൊരിഞ്ഞിട്ടും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആ ഒരു പപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ചെറിയ ഫീലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതേ സംഭവം ഇവിടെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ നെയ്യൊക്കെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് മൊരിയിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു പപ്സൊക്കെ കഴിക്കുന്ന ഫീൽ കിട്ടും നമുക്ക്. അപ്പോൾ പപ്സൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പണിയല്ലേ. അപ്പോൾ മടിയുള്ള സമയത്ത് ഇതുപോലെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.